കുളപ്പള്ളി ഷൊർണൂർ റോഡിലെ ദുരിതയാത്ര തുറക്കഥ. വേറിട്ട പ്രതിഷേധവുമായി INTUC ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി രംഗത്തിറങ്ങി. INTUCയുടെ നേതൃത്വത്തിൽ കുഴി തെളിയിക്കൽ സമരം നടത്തിയാണ് രംഗത്തിറങ്ങിയത്. റോഡിലെ കുഴികളിൽ നിന്ന് വെള്ളം ബക്കറ്റിലേക്ക് മുക്കിയൊഴിച്ചാണ് INTUC പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകിയത്. ഷൊർണൂർ കുളപ്പള്ളി റോഡ് കഴിഞ്ഞ 6 വർഷമായിട്ടും സഞ്ചാരയോഗ്യമാക്കാൻ അധികൃതർക്ക് ആയിട്ടില്ല. നൂറുകണക്കിന് രോഗികളും ആംബുലൻസുകളും യാത്രക്കാരുമാണ് നിത്യേന ഈ റോഡിലൂടെ ദുരിതം പേറി യാത്ര ചെയ്യുന്നത്. റോഡ് നിർമ്മാണം പൂർത്തിയാക്കാത്തത് ഇവിടുത്തെ MLAയുടെ വലിയ വീഴ്ചയും കഴിവുകേടാണെന്ന് VK ശ്രീകൃഷ്ണൻ കുറ്റപ്പെടുത്തി. ജനങ്ങളോട് യാതൊരുവിധ ഉത്തരവാദിത്തമില്ലാത്ത നിലപാടാണ് MLA സ്വീകരിക്കുന്നത്. ഇതിനെതിരെ നിരവധി സമരങ്ങൾ നടന്നിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ലെന്നും VK ശ്രീകൃഷ്ണൻ ആരോപിച്ചു. കോടിക്കണക്കിന് രൂപ പൊതുജനങ്ങളുടെ നികുതി പണം ചെലവഴിച്ചിട്ടും റോഡ് ഇങ്ങനെ തകർന്നു കിടക്കുന്നത് വലിയ അഴിമതിയുടെ ഭാഗമാണെന്നും VK ശ്രീകൃഷ്ണൻ ആരോപിച്ചു. കഴിഞ്ഞ 5 വർഷമായി നിങ്ങൾക്കറിയാം, കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നാണ് ഷൊർണൂർ കുളപ്പള്ളി റോഡ്. ആയിരക്കണക്കിന് രോഗികൾ, നൂറുകണക്കിന് ആംബുലൻസുകൾ, ആയിരക്കണക്കിന് യാത്രക്കാർ നിരന്തരം യാത്ര ചെയ്യുന്ന ഈ റോഡ് 6 വർഷമായി പൂർത്തിയാക്കാൻ കഴിയാത്തത് ഇവിടുത്തെ MLAയുടെ കഴിവുകേടാണ്, കഴിവില്ലായ്മയെന്ന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ INTUC ഈ കുഴികൾക്ക് പേരുകൾ നൽകിയിട്ടുള്ളത് മമ്മിക്കുഴികൾ എന്ന് പേര് നൽകിക്കൊണ്ടാണ് ഈ കുഴികൾ തെളിയിക്കാൻ തീരുമാനിച്ചത്. ഞാൻ വിശ്വസിക്കുന്നു, ഇനി വരാൻ പോകുന്ന ചരിത്രത്തിൻ്റെ രേഖകളിൽ ഈജിപ്തിലുള്ള പിരമിഡുകൾ, മമ്മി പിരമിഡുകൾ ഉള്ളതുമാതിരി തന്നെ ഷൊർണൂർ കുളപ്പള്ളി റോഡിലെ ഈ മമ്മിക്കുഴികൾ എന്ന് പറയുന്നത് നാളെ ചരിത്രത്തിൻ്റെ രേഖയിൽ വരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. INTUC മണ്ഡലം പ്രസിഡന്റ് വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. ഓട്ടോ ആൻഡ് ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ സെക്രട്ടറി ദിനേശ് ബാബു സ്വാഗതം പറഞ്ഞു. INTUC റീജിയണൽ പ്രസിഡന്റ് V ശ്രീനിവാസൻ നേതൃത്വം നൽകി. INTUC നേതാക്കളായ MP സുശീൽ കുമാർ, ജയരാജൻ കുളപ്പള്ളി, പരമേശ്വരൻ, സുരേഷ്, മോഹനൻ, അലി തുടങ്ങിയവർ പങ്കെടുത്തു. റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കുന്നതുവരെ സമരം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് INTUC നേതാക്കൾ വ്യക്തമാക്കി. MLAയും അധികാരികളും ജനങ്ങളുടെ ഈ ദുരിതം കണ്ടറിഞ്ഞ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.